ലിബ്രെഓഫീസ് കാൽക്ക് വർക്കിംഗ് വിത്ത് സെൽസിനെ കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് സംഖ്യകൾ, വാചകങ്ങൾ, അക്കങ്ങളെ വാചകങ്ങളായി, തീയതി, സമയം മുതലായവ ഒരു സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുക, ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് എങ്ങനെയാണ് ഉപയോഗിക്കുക, സെൽസിനിടയിലും ഷീറ്റുകൾക്കിടയിലും എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യുക, റോസ്, കോളംസ്, ഷീറ്റ്സ് മുതലായവയിലെ ഇനങ്ങൾ എങ്ങനെ തിരഞ്ഞെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉബുണ്ടു ലിനക്സ് 10.04 കൂടാതെ ലിബ്രെഓഫീസ് സ്യൂട്ട് വേർഷൻ 3.34 ഉപയോഗിക്കുന്നു. കള്ളികളിൽ ഡേറ്റ എങ്ങനെ എൻ്റർ ചെയ്യാമെന്ന് നമുക്കാദ്യം പഠിക്കാം. നമുക്ക് പേഴ്സണൽ ഫിനാൻസ് tracker.ods ഫയൽ തുറക്കാം. നിങ്ങൾക്ക് ഏത് വാക്കുകൾ വേണമെങ്കിലും സെല്ലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രത്യേക സെല്ലിൽ കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം. വാക്കുകളെ ഡിഫോൾട്ടായി ഇടത്തേക്ക് അലൈൻ ചെയ്തിരിക്കുന്നു. ഫോർമാറ്റിംഗ് ബാറിലെ അലൈൻമെന്റ് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഒരാൾക്ക് അലൈൻമെന്റ് മാറ്റാം. നമുക്കിത് അൺഡു ചെയ്യാം. ഇനി സ്പ്രെഡ്ഷീറ്റിൽ അനുബന്ധമായ A1 സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. തിരഞ്ഞെടുത്ത കള്ളികൾ ഹൈലൈറ്റ് ചെയ്യുന്നതായി കാണാം. ഇവിടെ നമ്മൾ ഇതിനോടകം തന്നെ കള്ളിയുടെ ഹെഡിംഗ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഐറ്റംസ് എന്ന ഹെഡിംഗിന് കീഴിൽ നമുക്ക് താഴെ കാണുന്ന സാലറി, ഹൗസ് റെന്റ്, ഇലക്ട്രിസിറ്റി ബിൽ, ഫോൺ ബിൽ, ലോണ്ടറി, മിസ്ലേനിയസ് മുതലായ ഇനങ്ങൾ ടൈപ്പ് ചെയ്യാം. കള്ളിയിൽ സംഖ്യകൾ എൻ്റർ ചെയ്യാൻ കള്ളിയിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സംഖ്യകൾ ടൈപ്പ് ചെയ്യുക. ഒരു നെഗറ്റീവ് സംഖ്യ എൻ്റർ ചെയ്യാൻ ഒരു മൈനസ് ചിഹ്നം സംഖ്യയുടെ മുന്നിലിടുകയോ അല്ലെങ്കിൽ പാരാന്തസിസിൽ ഇടുകയോ ചെയ്യുക. ഡിഫോൾട്ടായി സംഖ്യകൾ വലതുവശത്തായി അലൈൻ ചെയ്തിരിക്കുകയും കൂടാതെ നെഗറ്റീവ് സംഖ്യകൾക്ക് ഒരു മൈനസ് ചിഹ്നവും ഉണ്ടായിരിക്കും. മാറ്റങ്ങൾ നമുക്ക് അൺഡു ചെയ്യാം. പേഴ്സണൽ ഫിനാൻസ് tracker.ods എന്ന സ്പ്രെഡ്ഷീറ്റിന്റെ SN എന്ന് കാണിച്ചിട്ടുള്ള സീരിയൽ നമ്പറിന് കീഴിൽ സീരിയൽ നമ്പറായി ഒന്നിന് താഴെ മറ്റൊന്നായി നമ്പറുകൾ ഉണ്ടാകണം. A2ന് അനുബന്ധമായി വരുന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുകയും ഒന്നിന് കീഴിൽ മറ്റൊന്ന് എന്ന തരത്തിൽ സംഖ്യകൾ 1, 2, 3 എന്ന ക്രമത്തിൽ എൻ്റർ ചെയ്യുക. സീരിയൽ നമ്പറുകൾ ഓട്ടോഫിൽ ചെയ്യാനായി സെൽ A4ൽ ക്ലിക്ക് ചെയ്യുക. സെല്ലിന്റെ താഴത്തെ വലതു കോണിൽ ഒരു ചെറിയ കറുത്ത ബോക്സ് കാണാം. അതിനെ സെൽ A7 വരെ വലിച്ചിഴയ്ക്കുകയും എന്നിട്ട് മൗസ് ബട്ടൺ വിടുക. നിങ്ങൾക്ക് കാണാം A5 മുതൽ A7 വരെയുള്ള സെല്ലുകൾക്ക് തുടർച്ചയായി സീരിയൽ നമ്പറുകൾ വന്നതായി. ഇനങ്ങളുടെ സീരിയൽ നമ്പറുകൾ എൻ്റർ ചെയ്തതിനു ശേഷം നമ്മളിനി ഓരോ ഇനത്തിന്റെയും ചിലവ് കോസ്റ്റ് എന്ന ഹെഡിങ്ങിന് കീഴിലായി നൽകും. C3 എന്ന സെല്ലിൽ ക്ലിക്ക് ചെയ്യുകയും വീടിനുള്ള ചിലവ് ഹൗസ് റെന്റ് എന്നതിന് കീഴിൽ ₹6000 എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി രൂപയുടെ ചിഹ്നത്തോടൊപ്പം സംഖ്യ നൽകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി ബില്ലിന് വേണ്ടി നമുക്ക് ₹800 എന്നത് എൻ്റർ ചെയ്യണമെന്ന് വിചാരിക്കുക. ഇനി C4 സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് തുറക്കും. ആദ്യ ടാബ് നമ്പേഴ്സ് ആണ്. ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്പർ, പെർസെന്റ്, കറൻസി, ഡേറ്റ്, ടൈം കൂടാതെ മറ്റനേകം കാര്യങ്ങളും കാറ്റഗറി എന്നതിന് കീഴിൽ കാണാം. നമുക്ക് കറൻസി തിരഞ്ഞെടുക്കാം. ഇനി ഫോർമാറ്റ് ഓപ്ഷനിലെ ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ലോകത്തിലെ മുഴുവൻ കറൻസി ചിഹ്നങ്ങളും പ്രദർശിപ്പിക്കും. മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് INR റുപ്പീസ് ഇംഗ്ലീഷ് ഇന്ത്യ തിരഞ്ഞെടുക്കുക. ഡിഫോൾട്ടായി ₹1234 ഡ്രോപ്പ് ഡൗണിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. വലതുഭാഗത്തായുള്ള ചെറിയ പ്രിവ്യൂ മേഖലയിൽ നിങ്ങൾക്കതിന്റെ പ്രിവ്യൂ കാണാം. ഓപ്ഷനുകൾക്ക് കീഴിൽ സംഖ്യകൾക്ക് ആവശ്യമായ ഡെസിമൽസ് ചേർക്കാനും നമ്മൾക്ക് ആവശ്യമുള്ള പൂജ്യങ്ങൾ ചേർക്കാനുമുള്ള ഓപ്ഷനുകളുണ്ട്. നമ്മൾ പൂജ്യത്തിന്റെ എണ്ണം കൂട്ടുംതോറും ശ്രദ്ധിക്കുക ഫോർമാറ്റിന്റെ സെലക്ഷൻ ₹1234 ഡെസിമൽ 00ലേക്ക് മാറി. 0 2 ഡെസിമൽ സ്ഥാനങ്ങളെ സൂചിപ്പിക്കുന്നു. പ്രിവ്യൂ മേഖലയിൽ മാറ്റം കാണിച്ചിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. 1000 സെപ്പറേറ്റിൽ ക്ലിക്ക് ചെയ്ത് കോമ ചേർക്കുക 1000ലും. ഒരിക്കൽ കൂടി പ്രിവ്യൂ മേഖലയിലെ മാറ്റം കാണുക. ഫോണ്ട് ടാബിൽ ക്ലിക്ക് ചെയ്തും ഒരാൾക്ക് ഫോണ്ട് ശൈലി മാറ്റാൻ സാധിക്കും. ഇതിന് വിവിധ ഓപ്ഷനുകൾ ഫോണ്ട്, ടൈപ്പ് ഫേസ്, സൈസ് എന്നിവയ്ക്കുണ്ട്.
അവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഫോണ്ട് ഇഫക്റ്റുകളെക്കുറിച്ചും മറ്റ് ടാബുകളെക്കുറിച്ചും കൂടുതൽ പഠിക്കുക. നമ്മൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ പിന്നീട് അലൈൻമെന്റ് ടാബിനെക്കുറിച്ച് പഠിക്കും. OKയിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. 800 ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. 800 എന്ന സംഖ്യ കാണിച്ചിരിക്കുന്നത് ₹800. അത് 2 ഡെസിമൽ സ്ഥാനങ്ങളോടുകൂടിയാണ് എന്ന കാര്യം ശ്രദ്ധിക്കുക. ഇനി C5 മുതൽ C7 വരെയുള്ള സെല്ലുകൾ തിരഞ്ഞെടുക്കുക. കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് G2 കൂടി തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്ത എല്ലാ സെല്ലുകളും ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതായി കാണുക. ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും സെല്ലുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയും ഫോർമാറ്റ് സെൽസ് തിരഞ്ഞെടുക്കുകയും ചെയ്യുക. മുൻപത്തെ പോലെ തന്നെ അതേ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. OK ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ മറ്റെല്ലാ ഇനങ്ങളിലും അവയുടെ ചിലവുകൾ ഒന്നിനു താഴെ മറ്റൊന്നായി ₹600 ഫോൺ ബില്ലിന്, ₹300 ലോണ്ടറി ചാർജായി, കൂടാതെ ₹2000 മറ്റ് മിസ്ലേനിയസ് ചാർജസ് എന്നിങ്ങനെ ടൈപ്പ് ചെയ്യുക. അക്കൗണ്ട്സ് എന്ന ഹെഡിങ്ങിന് കീഴിൽ മാസത്തെ സാലറി ₹30,000 എന്ന് എഴുതുക. കാൽക്കിൽ തീയതി എന്റർ ചെയ്യാനായി സെൽ തിരഞ്ഞെടുത്ത് തീയതി ടൈപ്പ് ചെയ്യുക. തീയതി ഘടകങ്ങൾ നിങ്ങൾക്ക് ഒരു ഫോർവേഡ് സ്ലാഷ് കൊണ്ട്, ഹൈഫൻ കൊണ്ട് അല്ലെങ്കിൽ 10 ഒക്ടോബർ 2011 എന്നെഴുതിയോ വേർപെടുത്തുക. കാൽക്ക് ഒരുപാട് തരം തീയതി ഫോർമാറ്റുകൾ തിരിച്ചറിയുന്നുണ്ട്. പകരമായി ഒരാൾക്ക് സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. കാറ്റഗറിക്ക് കീഴിൽ ഡേറ്റ് തിരഞ്ഞെടുക്കുകയും ഇഷ്ടമുള്ള ഫോർമാറ്റും സ്വീകരിക്കാം. ഞാൻ 12,31,1999 എന്ന് തിരഞ്ഞെടുക്കുന്നു. പ്രിവ്യൂ മേഖലയിൽ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. കൂടാതെ താഴെ ഫോർമാറ്റ് കോഡ് DD, YYYY എന്ന് കാണിച്ചിരിക്കുന്നു. ഒരാൾക്ക് ആവശ്യമെങ്കിൽ ഫോർമാറ്റ് കോഡ് മാറ്റാം. ഞാൻ DD, YYYY എന്ന് ടൈപ്പ് ചെയ്യാം. പ്രിവ്യൂ മേഖലയിൽ മാറ്റം കാണുക. OK ക്ലിക്ക് ചെയ്യുക. കാൽക്കിൽ സമയം എന്റർ ചെയ്യാൻ സെൽ തിരഞ്ഞെടുത്തിട്ട് സമയം ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് കോളനുകൾ ഉപയോഗിച്ച് സമയഘടകങ്ങളെ 10:43:20 എന്നിങ്ങനെ വേർപെടുത്താം. പകരം ഒരാൾക്ക് സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഫോർമാറ്റ് സെൽസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കാറ്റഗറിക്ക് കീഴിൽ ടൈം തിരഞ്ഞെടുക്കുകയും കൂടാതെ ആഗ്രഹിച്ച ഫോർമാറ്റിലേക്ക് അതിനെ മാറ്റുകയും ചെയ്യുക. ഞാൻ 13,37,46 എന്നിങ്ങനെ തിരഞ്ഞെടുക്കുന്നു. പ്രിവ്യൂ മേഖലയിലെ ഡിസ്പ്ലേ ശ്രദ്ധിക്കുക. കൂടാതെ താഴെ ഫോർമാറ്റ് കോഡ് എന്നത് HH:MM:SS എന്ന് പ്രദർശിപ്പിക്കുന്നു. ആവശ്യം പോലെ ഒരാൾക്ക് ഫോർമാറ്റ് കോഡ് മാറ്റാൻ സാധിക്കും. ഞാൻ HH:MM എന്ന് ടൈപ്പ് ചെയ്യുന്നു. പ്രിവ്യൂ മേഖലയിലെ മാറ്റം ശ്രദ്ധിക്കുക. OK ക്ലിക്ക് ചെയ്യുക. മാറ്റങ്ങൾ നമുക്ക് അൺഡു ചെയ്യാം. കാൽക്കിൽ വാചകങ്ങൾ, തീയതികൾ എന്നിവ എങ്ങനെ എഴുതുക എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിനി സെല്ലിൽ നിന്നും സെല്ലിലേക്കും ഷീറ്റിൽ നിന്നും ഷീറ്റിലേക്കും നാവിഗേറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കും. നമ്മൾ ആദ്യം സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് സെല്ലിൽ നിന്ന് സെല്ലിലേക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന് കാണും. കഴ്സർ കൊണ്ട് ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്ത് അനായാസമായി നിങ്ങൾക്കൊരു പ്രത്യേക സെൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേക സെൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് നിങ്ങൾക്ക് കാണാം. ഒരു പ്രത്യേക സെൽ തിരഞ്ഞെടുക്കുന്നതിനുള്ള മറ്റൊരു മാർഗം സെൽ റഫറൻസ് ഉപയോഗിക്കലാണ്. നെയിം ബോക്സിന് വലതുഭാഗത്തായുള്ള താഴേക്കുള്ള ചെറിയ കറുത്ത ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇനി സെല്ലിന്റെ സെൽ റഫറൻസ് എഴുതി എന്റർ അമർത്തുക. നിങ്ങൾക്ക് നെയിം ബോക്സിൽ ക്ലിക്ക് ചെയ്യാനും നിലവിലുള്ളത് നീക്കം ചെയ്ത് നിങ്ങൾക്കാവശ്യമുള്ള സെൽ റഫറൻസ് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക. അടുത്തതായി നമ്മൾ സ്പ്രെഡ്ഷീറ്റിലെ സെൽസിനിടയിൽ നാവിഗേറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് പഠിക്കും. സെൽസിനിടയിൽ നാവിഗേറ്റ് ചെയ്യാനുള്ള ആദ്യ മാർഗം കഴ്സർ ഉപയോഗിച്ചാണ്. കഴ്സർ ഉപയോഗിച്ച് ഫോക്കസ് മാറ്റുന്നതിന് എവിടെയാണോ ഫോക്കസ് വേണ്ടുന്ന സെൽ അവിടേക്ക് കഴ്സർ മാറ്റിയിട്ട് ഇടത് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് പുതിയ സെല്ലിലേക്ക് ഫോക്കസ് മാറ്റുന്നു. ഈ രീതി വളരെ ഉപയോഗപ്പെടുന്നത് രണ്ട് സെല്ലുകൾ തമ്മിൽ വളരെ അകലത്തിലായിരിക്കുമ്പോഴാണ്. സെൽസിനിടയിൽ നാവിഗേഷനുള്ള മറ്റൊരു മാർഗം ടാബ് എന്നത് വരിയിലെ അടുത്ത കള്ളിയിലേക്ക് നീങ്ങുന്നതാണ്. Shift+Tab എന്നത് വരിയിലെ കഴിഞ്ഞ സെല്ലിലേക്ക് പോകാൻ, എന്റർ ഒരു കോളത്തിലെ അടുത്ത സെല്ലിലേക്ക് പോകാൻ, Shift+Enter കോളത്തിലെ കഴിഞ്ഞ സെല്ലിലേക്ക് പോകാൻ. ഇനി കീബോർഡ് ഉപയോഗിച്ച് കാൽക്കിൽ വ്യത്യസ്ത സ്പ്രെഡ്ഷീറ്റുകൾക്കിടെ നാവിഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ പഠിക്കും. ആക്ടിവേറ്റ് ആയ ഷീറ്റ് ആക്സസ് ചെയ്യാൻ കൺട്രോൾ, പേജ് ഡൗൺ കീകൾ ഒരുമിച്ച് അമർത്തുക.
നിലവിലുള്ള ഷീറ്റിന്റെ ഇടതുഭാഗത്തേക്ക് ആക്സസ് ചെയ്യാൻ കൺട്രോൾ, പേജ് അപ്പ് കീകൾ ഒരുമിച്ച് അമർത്തുക. കൂടാതെ നിങ്ങൾക്ക് കഴ്സർ ഉപയോഗിച്ച് ഷീറ്റുകൾക്കിടയിൽ നാവിഗേറ്റ് ചെയ്യാം. ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ വർക്കിംഗ് വിത്ത് ഷീറ്റ്സ് എന്ന ട്യൂട്ടോറിയലിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഒരുപാട് ഷീറ്റുകൾ ഉണ്ടെങ്കിൽ ചില ഷീറ്റ് ടാബുകൾ സ്ക്രീനിന്റെ താഴെയുള്ള സമാന്തരമായ സ്ക്രോൾ ബാറുകളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാകാം. ഇങ്ങനെയാണെങ്കിൽ താഴത്തെ ഇടതുഭാഗത്തുള്ള ഷീറ്റ് ടാബുകളിലെ 4 ബട്ടണുകൾ കൊണ്ട് ടാബുകളെ കാണാൻ സാധിക്കും. നമുക്ക് മാറ്റങ്ങൾ അൺഡു ചെയ്യാം. സന്നിഹിതമായ സെല്ലുകളെ ഒരു കഴ്സർ കൊണ്ട് തിരഞ്ഞെടുക്കാൻ ആദ്യം സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇനി ഇടത്തെ മൗസ് ബട്ടൺ അമർത്തിപ്പിടിച്ച് താഴ്ത്തുക. കഴ്സർ സ്ക്രീനിന്റെ പല ഭാഗത്തേക്കുമായി മാറ്റുക. ആവശ്യമുള്ള കള്ളി ഹൈലൈറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇടത്തെ മൗസ് ബട്ടൺ വിടുക. തിരഞ്ഞെടുത്ത കള്ളികൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായി നിങ്ങൾക്ക് കാണാം. ഒരു ഗ്രൂപ്പിലെ സന്നിഹിതമായ ഒരുപാട് സെല്ലുകളും കൂടാതെ വരികളും തിരഞ്ഞെടുക്കാൻ ഒരു ഗ്രൂപ്പിലെ ആദ്യ റോ അല്ലെങ്കിൽ കോളം ക്ലിക്ക് ചെയ്യുക. ഇനി ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിക്കുക. ഗ്രൂപ്പിലെ അവസാന കോളം അല്ലെങ്കിൽ റോയോ ക്ലിക്ക് ചെയ്യുക. ഒരു ഗ്രൂപ്പിലെ സന്നിഹിതമല്ലാത്ത ഒരുപാട് റോകളും കൂടാതെ കോളങ്ങളും തിരഞ്ഞെടുക്കാൻ ആദ്യ റോയിലോ കോളത്തിലോ ക്ലിക്ക് ചെയ്യുക. കൺട്രോൾ കീ അമർത്തിപ്പിടിച്ച് തുടർന്നു വരുന്ന കോളങ്ങളിലും അല്ലെങ്കിൽ കോളങ്ങളിലും കൺട്രോൾ കീ അമർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ക്ലിക്ക് ചെയ്യുക. സന്നിഹിതമായ ഒരുപാട് ഷീറ്റുകൾ തിരഞ്ഞെടുക്കാൻ ആദ്യ ഇഷ്ടപ്പെട്ട ഷീറ്റിന്റെ ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇനി കഴ്സർ അവസാനത്തെ ആവശ്യമുള്ള ഷീറ്റ് തിരഞ്ഞെടുക്കാനായി മുകളിലൂടെ നീക്കുക. ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. 2 ഷീറ്റുകൾക്കിടയിലെ എല്ലാ ടാബുകളും വെള്ളയാവും. ഇതിനർത്ഥം അവ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഇനി നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഹൈലൈറ്റ് ചെയ്ത എല്ലാ ഷീറ്റുകളെയും ബാധിക്കും. ഒരുപാട് സന്നിഹിതമല്ലാത്ത ഷീറ്റുകൾ തിരഞ്ഞെടുക്കാൻ സ്പ്രെഡ്ഷീറ്റിന്റെ ആദ്യ ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇനി മൂന്നാമത്തെ ഷീറ്റ് ടാബിനുമേൽ കഴ്സർ നീക്കുക. കൺട്രോൾ കീ അമർത്തി ഷീറ്റ് ടാബിൽ ക്ലിക്ക് ചെയ്യുക. തിരഞ്ഞെടുത്ത ടാബുകൾ വെളുക്കുകയും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യവും ഹൈലൈറ്റ് ചെയ്ത ഷീറ്റുകൾ ഉണ്ടെങ്കിൽ അവയെല്ലാം ബാധിക്കുകയും ചെയ്യും. ഇത് ലിബ്രെഓഫീസ് കാൽക്കിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത്: സംഖ്യകൾ, വാചകങ്ങൾ, സംഖ്യകൾ വാചകങ്ങളായി, തീയതി കൂടാതെ സമയം എന്നിവ കാൽക്കിൽ നൽകുക. ഫോർമാറ്റ് സെല്ലുകൾ ഡയലോഗ് ബോക്സിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കള്ളികൾക്കും ഷീറ്റുകൾക്കും ഇടയിലൂടെ എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, വരികൾ, കള്ളികൾ, ഷീറ്റുകൾ എന്നിവയിലെ ഇനങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുക, കോംപ്രിഹെൻസീവ് അസൈൻമെന്റ്. സ്പ്രെഡ്ഷീറ്റ് practice.ods തുറക്കുക. സീരിയൽ നമ്പേഴ്സിന് കീഴിലായി ഒന്നിന് താഴെ ഒന്നായി 1 മുതൽ 5 വരെ ടൈപ്പ് ചെയ്യുക. കീകൾ ഉപയോഗിച്ച് കള്ളികൾക്കിടയിൽ നാവിഗേറ്റ് ചെയ്യുക. സീരിയൽ നമ്പറിന് കീഴിലുള്ള എല്ലാ ഇനങ്ങളും തിരഞ്ഞെടുക്കുക. തീയതിക്കും സമയത്തിനുമായി ഒരു കോളം ചേർക്കുക. ഫോർമാറ്റ് സെൽസ് ഡയലോഗ് ബോക്സ് ഓപ്ഷൻ ഉപയോഗിച്ച് ചില മൂല്യങ്ങൾ എൻ്റർ ചെയ്യുക. താഴെ കാണുന്ന ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യുന്നു. നിങ്ങൾക്ക് നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്സ് നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് spoken-tutorial.org/nmeict-intro ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബെ. ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി.